വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീതു. ഇന്നൊരു പുതിയ ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ തേവര ഫെറിയുടെ അടുത്തുള്ള അക്കരെ എന്നൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഇന്ന് നമ്മൾ പോണത്. ആക്ച്വലി ഇത് കുട്ടനാടൻ വിഭവങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. വളരെ ചെറിയൊരു റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടേക്കായിട്ട് മാത്രം പോയതാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോയത്. അത്യാവശ്യം നല്ല കാർ പാർക്കിംഗ് ഉണ്ട്. ഫെറിയുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. വളരെ ചെറിയൊരു റെസ്റ്റോറൻറ്റാണ്. മേ ബി അവരുടെ ഒരു ഗ്രോയിങ് സ്റ്റേജ് ആയിരിക്കാം. അവർ ഇപ്പോൾ ജസ്റ്റ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് അവർ അപ്പുറത്ത് മുകളിലത്തേക്ക് പോർഷൻസ് എടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ വളരെ ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഫെറിയുടെ അടുത്തൊക്കെ പോയി നിന്ന് കുറച്ച് കാറ്റൊക്കെ കൊള്ളാം. ചെറിയ കൊതുകൊക്കെ ഉണ്ട്, എന്നാൽ നമുക്ക് കാറ്റൊക്കെ കൊണ്ട് നടന്ന് കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കാരണം ഒരു ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിൽ വളരെ ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ. അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം സീറ്റ് കിട്ടാനായിട്ട്. പക്ഷേ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫുഡ് നമുക്ക് തരും. കുക്കിംഗ് ടൈം അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഫുഡ് എടുത്ത് തരും കേട്ടോ. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളത് അപ്പം, പുട്ട്, ബ്രെഡ്, നൈസ് പത്തിരി, ഇടിയപ്പം, ഇങ്ങനത്തെ ഐറ്റംസാണ്. പിന്നെ ഇതിൻ്റെ കോംബോ ഇതിന് കറിയായിട്ട് വരുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ഒരു താറാവ് കറി, പിന്നെ ബീഫ് കറി, ഒരു ബീഫ് ഫ്രൈ പോലത്തെ ഒരു ഐറ്റം, പിന്നെ ഒരു ആലപ്പി ചിക്കൻ കറി, പിന്നെ ബീഫ് സ്റ്റൂ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ അടിപൊളി സമോവർ ചായ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഐറ്റംസ് എല്ലാം ഓർഡർ ചെയ്തു. ബാക്കി കുറച്ചൊക്കെ അവിടെ തീർന്നു പോയിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ക്രൗഡ് വന്ന കാരണം പുട്ടൊക്കെ കുറച്ച് തീർന്നു പോയിരുന്നു. പക്ഷേ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്തു. ബീഫ് സ്റ്റൂ ഉണ്ടായിരുന്നു, ആലപ്പി ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് കറി ഉണ്ടായിരുന്നു, ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, അതുപോലെ അവരുടെ സ്പെഷ്യൽ ഡക്ക്, കുട്ടനാടൻ ഡക്ക്, അതും ഉണ്ടായിരുന്നു. ബ്രെഡും പത്തിരിയും അപ്പം എല്ലാം ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഞാൻ എല്ലാം പ്ലേറ്റിലേക്ക് എടുത്ത് ടേസ്റ്റ് ചെയ്തു. ഫുഡൊക്കെ അടിപൊളിയാണ്, ഭയങ്കര സ്പൈസി ഒന്നുമല്ല, അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ചായ അടിപൊളിയായിരുന്നു. ഞങ്ങൾ 2 ചായയൊക്കെ വെച്ച് കുടിച്ചു. റേറ്റും ഒരുപാട് എക്സ്പെൻസീവ് ഒന്നുമല്ല, അത്യാവശ്യം നോർമൽ റേറ്റൊക്കെ തന്നെ ഉണ്ടായിരുന്നു. താറാവ് കറി മാത്രം 220 ആ റേറ്റ്, ബാക്കിയെല്ലാം ഒരു 200 താഴെയായിരുന്നു. പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി കൗണ്ടറിൽ നിന്നപ്പോൾ നമ്മുടെ പഴയ കാലത്തെ കുറേ മിഠായികളൊക്കെ ഇങ്ങനെ ചെപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് അവിടെ സ്നാക്സ് ഇരിക്കണം കണ്ടത്. ആദ്യം കണ്ടിട്ടുണ്ടെങ്കിൽ സ്നാക്കും കൂടെ ട്രൈ ചെയ്തേനെ. ഫുഡ് കഴിച്ച് കഴിഞ്ഞുകൊണ്ട് പിന്നെ സ്നാക്ക് കഴിക്കാനുള്ള വിശപ്പില്ല, അതുകൊണ്ട് സ്നാക്ക് ട്രൈ ചെയ്തില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞങ്ങൾ ജസ്റ്റ് ആ ഫെറിയുടെ അടുത്ത് പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്നു. അത്യാവശ്യം കൊതുകുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കൊതുകിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ക്രീം തേച്ചിട്ട് വരികയാണെങ്കിൽ നല്ലതായിരുന്നു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തേവര ഫെറിയുടെ അടുത്തുള്ള അക്കരെ റെസ്റ്റോറൻറ്റ്. ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. ഇവരുടെ ടൈം ഈവനിങ് 4 to മോർണിംഗ് 2 AM വരെയാണ്. ബൈ.